മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തം കഴിഞ്ഞു വന്നാൽ പിന്നെ വിശ്രമത്തിലാണ്. ആഴക്കടലിൽ മീൻ തേടിപ്പോയി മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഇവർ പലരും പകൽ വിശ്രമിക്കും. ചിലർ വിശ്രമ സമയത്ത് വലകൾ തുന്നും. മറ്റു ചിലർ കളി പറഞ്ഞും ചീട്ടുകളിച്ചും സമയം കളയും. ചെറുതും വലുതുമായ മത്സ്യബന്ധന ഹാർബറുകളിലെയും കടപ്പുറത്തെയും സ്ഥിരം കാഴ്ചകളാണ് ഇത്. എന്നാൽ നീലേശ്വരം അഴിത്തലയിലെ മത്സ്യത്തൊഴിലാളിയായ രാജേന്ദ്രൻ മറ്റു മത്സ്യത്തൊഴിലാളികളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. രാജേന്ദ്രൻ രാത്രി മീൻ പിടിക്കാൻ കടലിൽ പോകും. പകൽ കൃഷി ചെയ്യും. കൃഷി എന്നാൽ വൈവിധ്യമാർന്ന കൃഷി. പശു, കോഴി, ആട്, താറാവ്, എമു, കരിമീൻ, അലങ്കാരക്കോഴി, കരിങ്കോഴി, വാഴ, പച്ചക്കറി, അസോള, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങി ഒരു സമ്മിശ്ര കൃഷിയിടം. പശുവിനും ആടിനും എമുവിനും താറാവിനുമെല്ലാം ഒപ്പം പറമ്പ് നിറയെ കായ്ഫലമുള്ള നല്ല തെങ്ങ് കൃഷിയും. പാരമ്പര്യമായി രാജേന്ദ്രൻ്റേത് മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. നീലേശ്വരം കവ്വായി കായലും അറബിക്കടലും ചേരുന്ന അഴിത്തലയിലെ ഈ സ്ഥലം രാജേന്ദ്രൻ്റെ അമ്മയുടെ അച്ഛൻ രാമൻ സ്വാമിയുടേതായിരുന്നു. പണ്ട് ഇവിടെ നെൽകൃഷി ചെയ്ത പാടങ്ങളായിരുന്നു. വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും ഇടയിൽപ്പെട്ട് നെൽപ്പാടം നികന്ന് കരഭൂമിയായി. അതിൽ നിറയെ തെങ്ങും വെച്ചു. പടന്നയുടെ തീരപ്രദേശ മേഖലയിലുള്ള ഒരു കർഷകനാണ് ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതുപോലെ മറ്റ് ജോലികളൊക്കെ ചെയ്ത് പുറമെ കിട്ടുന്ന സമയത്താണ് ഈ കൃഷി പണികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അതിലും അത്രയും താല്പര്യം ഈ തൊഴിലിനോട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. സ്വന്തം പ്രവൃത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമാണ് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം വിനിയോഗിക്കുന്നത്. പടന്നയിൽ പൊതുവെ തീരദേശ മേഖലയിൽ എല്ലാവരും മത്സ്യത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്നും വേറിട്ടിട്ടാണ് ആ പ്രദേശം കൃഷിക്ക് അത്രയും അനുയോജ്യം ആയ പ്രദേശമാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം രാജേന്ദ്രൻ നടത്തുന്നുണ്ട്. തെങ്ങിൻ തോപ്പിനിടയിൽ 1 ഏക്കർ വിസ്തീർണമുള്ള കുളമുണ്ട്. പടന്ന പഞ്ചായത്തിൻ്റെ കീഴിലാണ് കുളം. ഇതിൽ രാജേന്ദ്രൻ 1600 കരിമീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. കായൽ വെള്ളത്തിൽ കയറി വന്ന കരിമീനുകൾ ഇപ്പോൾ വളർന്നു വലുതായി കറിക്കുള്ള പാകത്തിലായി. കരിമീനിനൊപ്പം നാടൻ മത്സ്യങ്ങളും കുളത്തിൽ വളരുന്നുണ്ട്. കൃഷിയോട്, പ്രത്യേകിച്ച് പക്ഷിമൃഗാദികളെ വളർത്തുന്നതിനോട് വളരെ ചെറുപ്പം മുതലേ രാജേന്ദ്രന് താല്പര്യമായിരുന്നു. കോഴികളെയായിരുന്നു ആദ്യകാലത്ത് വളർത്തി വരുമാനം ഉണ്ടാക്കിയത്. പിന്നീടത് എമു വളർത്തലിലേക്ക് മാറി. കേരളത്തിൽ എമു വളർത്തൽ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ രാജേന്ദ്രൻ എമു വളർത്തൽ ആരംഭിച്ചിരുന്നു. ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പോയി എമു വളർത്തലിൻ്റെ രീതികൾ കണ്ടുപഠിച്ചാണ് രാജേന്ദ്രൻ എമുകളെ വാങ്ങിയത്. ഇപ്പോൾ രാജേന്ദ്രൻ്റെ ഫാമിൽ 16 എമുക്കളുണ്ട്. ഒരു ജോഡി ചെറിയ എമുവിന് 15,000 രൂപയാണ് വില. കൊഴുപ്പ് കുറഞ്ഞതാണ് എമുവിൻ്റെ ഇറച്ചി. ഇറച്ചിക്ക് 1 കിലോയ്ക്ക് 600 രൂപ വരെ വിലയുണ്ട്. വിരിയിക്കാനുള്ള എമു മുട്ടയ്ക്ക് 1000 രൂപയാണ് വില. എമുവിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയ്ക്ക് ലിറ്ററിന് 3000 മുതൽ 4000 രൂപ വരെ കിട്ടും.
എമുവിൻ്റെ തീറ്റ പ്രധാനമായും തവിടും പച്ചക്കറി അവശിഷ്ടങ്ങളുമാണ്. ചോറും മീനും പച്ചപ്പുല്ലും എല്ലാം തീറ്റയാക്കും എമു. എമു വളർത്തൽ ലാഭകരമാണെന്ന് രാജേന്ദ്രൻ പറയുന്നു. ഇപ്പോൾ എമു വളർത്തൽ തന്നെ ആകർഷിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൂവലിന് ഫാഷൻ വസ്ത്രങ്ങൾക്കെല്ലാം തൂവൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ചർമ്മം, ബെൽറ്റ്, ബാഗ് ഇതിനുപയോഗിക്കുന്നു, ഇറച്ചി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ കർഷകനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പറഞ്ഞാൽ എമു എണ്ണ. എമു എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു എമുവിൽ നിന്ന് പ്രായപൂർത്തിയായ എമുവിൽ നിന്ന് 4 മുതൽ 6 ലിറ്റർ വരെ എണ്ണ കിട്ടും. മാർക്കറ്റിൽ 4000 മുതൽ 6000 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എമു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കർഷകനെ സംബന്ധിച്ചൊരു സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് അങ്ങനെ ഒരു എമു പ്രളയം തന്നെ നടന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ എമു മൊത്തം അങ്ങനെ എമുവിൻ്റെ ഒരു ഫാക്ടറി നാട്ടിലാകെ അലയടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ തെങ്ങ് പോലെ തന്നെ ഒരു വസ്തു അതിൻ്റെ ഉപയോഗശൂന്യമായതല്ല. അങ്ങനെ എമു വളർത്തിയാൽ രക്ഷപ്പെടുന്നില്ല കാഴ്ചപ്പാടിൽ അങ്ങനെ ഞാൻ എമുവിലേക്ക് തിരിഞ്ഞത്. അങ്ങനെയാണ് ഞാനിവിടെ ചെറിയതിലൊരു എമു ഫാം തുടങ്ങിയത്. വരുമാനമാർഗം എന്നതിലപ്പുറം പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തുന്നതിലുള്ള രാജേന്ദ്രൻ്റെ താൽപ്പര്യം അതാണ്. പുതിയ അറിവ് കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ അതിഥികൾ ഫാമിൽ എത്തുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ഡ്വാർഫ് എന്ന കുഞ്ഞൻ പശുക്കളും കപിലയും രാജേന്ദ്രൻ്റെ ഫാമിലുണ്ട്. നാടൻ പശു വളർത്തലിന് രാജേന്ദ്രൻ്റെ ഭാര്യ ശൈലജയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും 7500 രൂപ ധനസഹായം ലഭിച്ചു. ഇപ്പോൾ ഈ ഫാമിൻ്റെ മറ്റൊരാകർഷണമാണ് കരിങ്കോഴികൾ. 60 കരിങ്കോഴികളുണ്ടിവിടെ. കരിങ്കോഴികൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും മിത്തുകളുമായി ഇടചേർന്ന് കിടക്കുന്നു. കരിങ്കോഴിയെക്കുറിച്ച് വായിച്ചറിഞ്ഞ് അവയെ വാങ്ങാൻ പത്തനംതിട്ടയിലെത്തിയപ്പോൾ ഒരു ജോഡി കരിങ്കോഴിക്ക് 2000 രൂപയാണ് രാജേന്ദ്രനോട് ചോദിച്ചത്. പത്തനംതിട്ടയിൽ നിന്നും വാങ്ങിയില്ല. പിന്നീട് വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. ഇപ്പോൾ 3.5 മാസം പ്രായമായി. കരിങ്കോഴികളെ വിറ്റു തുടങ്ങിയിട്ടില്ല രാജേന്ദ്രൻ. രാജേന്ദ്രനൊപ്പം കൃഷിയിൽ സജീവമായി ഭാര്യ ശൈലജയും മകൻ ഗോഡോണുമുണ്ട്. കരിങ്കോഴിയുടെ ഇറച്ചിക്ക് ഔഷധ ഗുണമുണ്ട്. കരിങ്കോഴി ഇറച്ചി ഉപയോഗിച്ച് ചില ആയുർവേദ മരുന്നുകൂട്ടുകൾ ഉണ്ടാക്കുന്നു. മാത്രവുമല്ല, ചില പ്രത്യേകതരം മന്ത്രവാദം, പൂജ എന്നിവയ്ക്കും കരിങ്കോഴിയെ ഉപയോഗിക്കുന്നുണ്ട്. നേർച്ചക്കോഴികളായി നൽകുന്നതിനും കരിങ്കോഴികളെ മാത്രം വാങ്ങുന്നവരുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ എനിക്ക് ഈ കോഴിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ നാടൻ കോഴികളിൽ തുടങ്ങിയായിരുന്നു എൻ്റെ തുടക്കം. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പിന്നീട് ഞാൻ അലങ്കാര കോഴികൾ കൊണ്ടുവന്നു. അലങ്കാര കോഴികൾ എന്ന് പറഞ്ഞാൽ ഒരു 10-100 കോഴികൾ തന്നെ ഉണ്ടായിരുന്നു. 13 മോഡൽ കോഴികൾ ആയിരുന്നു എൻ്റെ ആ ഫസ്റ്റിലെ തുടക്കം. പിന്നീട് അങ്ങോട്ട് ഞാൻ പലതരം കോഴികളെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുകയും പിന്നെ അതേപോലെ തന്നെ അങ്കക്കോഴികളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നീടാണ് ഞാൻ ഈ കരിങ്കോഴിയിലേക്ക് തിരിയുന്നത്. കരിങ്കോഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ഔഷധ ഗുണവും അതുപോലെ തന്നെ അതിനെ കിട്ടാനുള്ള പ്രയാസവും അതിൻ്റെ പിന്നിലെ കുറേ നടന്നു. കരിങ്കോഴി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 60ഓളം കരിങ്കോഴിയുണ്ട്. കരിങ്കോഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം ഞാൻ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരാളുടെ അടുത്ത് എത്തിച്ചേരുകയും അവരുടെ നിന്ന് ഒരു കോഴിക്ക് 2000 രൂപയോളം വില പറയുകയും അവിടെ ഞാൻ തിരിച്ചു പോരുകയും അങ്ങനെ കുറച്ച് കോഴികളെ ഞാൻ 10 എണ്ണത്തിന് കൊണ്ടുവന്നു ഞാനതിനെ പോറ്റാൻ തുടങ്ങി. ഇപ്പോഴും എൻ്റെ അടുത്തൊരു 3.5 മാസം പ്രായമായ ഒരു 60ഓളം കരിങ്കോഴികൾ ഇപ്പോൾ എൻ്റെ ശേഖരത്തിലുണ്ട്. കരിങ്കോഴികളുടെ കൂടിനരികിൽ തന്നെയാണ് വൈറ്റിൻ പെക്കിൻ താറാവുകളുടെ കൂട്. 50 വൈറ്റ് പെക്കിൻ താറാവുകളുണ്ട്. വൈറ്റ് പെക്കിന് മറ്റ് താറാവിനങ്ങളെ പോലെ വെള്ളം വേണ്ട. വിഗോവ താറാവുകൾക്ക് ശേഷം കേരളത്തിൽ പ്രചുര പ്രചാരം നേടുകയാണ് വൈറ്റ് പെക്കിൻ താറാവുകൾ. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വൈറ്റ് പെക്കിനെ വളർത്താം. ഒരു വർഷത്തിൽ 150 മുട്ട വരെ ലഭിക്കും. താറാവിന് 3.5 കിലോ വരെ തൂക്കം ലഭിക്കും. വൈറ്റ് പെക്കിൻ താറാവിനെയും കൂടെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ താറാവല്ല, വിദേശ ഇനം താറാവാണ്. ഫ്രഞ്ചാണ് അതിൻ്റെ സ്വദേശം. 12 വർഷം വരെ ജീവിക്കുകയും ചെയ്യും.
പിന്നെ വർഷത്തിൽ 150 മുട്ട കിട്ടും. അതേപോലെ തന്നെ ഇറച്ചിക്ക് ഉപയോഗിക്കുക. നല്ല ഒരു 3-3.5 കിലോൻ്റെ ശരിക്കും നല്ല വെയിറ്റ് വരെയും ചെയ്യും ഈ താറാവിന്. അതുപോലെ തന്നെ ഈ താറാവിനെ വളർത്താൻ വളരെ ഇത് വെള്ളമൊന്നും കൂടുതലായിട്ട് വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത. വെള്ളം വളരെ കുറവേ ഉള്ളൂ. പിന്നെ വൈറ്റ് കളറാണ് ഇതിൻ്റെത്. കരിങ്കോഴിയും വൈറ്റ് പെക്കിനും കൂടാതെ നാടൻ കോഴികളും അലങ്കാര കോഴികളുമുണ്ട്. ഒരു കൂട് നിറയെ വിവിധ വർണ്ണത്തിലുള്ള ലവ് ബേഡുകൾ. ലവ് ബേഡുകളെ വളർത്തുന്നതും നല്ല വരുമാനമാർഗമുള്ള തൊഴിൽ സംരംഭമാണെന്ന് രാജേന്ദ്രൻ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ കർഷകനായ രാജേന്ദ്രന് 2013-14 ആത്മ പദ്ധതിയിലെ മോഡൽ ഫാമിങ്ങിൽ ഉൾപ്പെടുത്തി പടന്ന കൃഷിഭവനിൽ നിന്നും 40,000 രൂപയുടെ സാമ്പത്തിക സഹായം ലഭിച്ചു. പശുവിനെയും യമുവിനെയും കൂടാതെ ജമുന പ്യാരിയും മലബാറിയുമടക്കം ആടുകളെയും വളർത്തുന്നുണ്ട് ഫാമിൽ. ആടുകളുടെ പുതിയ ഇനങ്ങളെ കൊണ്ടുവന്ന് ഫാം വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജേന്ദ്രൻ. ഫാമിലെ പക്ഷിക്കും പശുക്കൾക്കും ആടുകൾക്കും വെള്ളവും തീറ്റയും കൊടുക്കുന്നത് രാജേന്ദ്രൻ ഇല്ലാത്ത സമയങ്ങളിൽ ശൈലജയും മകനുമാണ്. രണ്ടുപേരും ഫാമിൻ്റെ കാര്യങ്ങളിൽ ഏറെ താല്പര്യമുള്ളവരാണ്. എൻ്റെ ഉപജീവനമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ രാത്രി പിന്നെ കടലിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു 10-11 മണിയെല്ലാം ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി. ആ സമയത്ത് രാവിലെ എല്ലാം ഇതിന് തീറ്റ കൊടുക്കൽ, പശുവിന് വെള്ളം കൊടുക്കൽ, അഴിച്ച് കെട്ടൽ, ആടിന് തീറ്റ കൊടുക്കൽ, അതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മകനുമാണ്. അതുകൂടാണ്ട് എൻ്റെ അമ്മയും ഇതിൻ്റെ അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം എന്നെ സഹായിക്കാറുണ്ട്. കാസർഗോഡ് CPCRIയിൽ നിന്നും മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട് രാജേന്ദ്രൻ. ഫാം നിൽക്കുന്ന സ്ഥലം തെങ്ങിൻ തോപ്പായതിനാൽ ഇഷ്ടം പോലെ ഓല കിട്ടും. ഓലയും കന്നുകാലി തീറ്റ അവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് പച്ചക്കറി കൃഷിയുടെ സാധ്യത മനസ്സിലാക്കിയത്. അങ്ങനെ പച്ചക്കറി കൃഷിയും കുറച്ച് വാഴ കൃഷിയും ആരംഭിച്ചു. അസോള കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ മികച്ച തീറ്റയാണെന്നറിഞ്ഞപ്പോൾ അസോളയും വളർത്താൻ തുടങ്ങി. കോഴികൾ, താറാവ്, യമു, ആട്, പശു, കരിമീൻ, പച്ചക്കറി, മണ്ണിര കമ്പോസ്റ്റ്, അസോള, തെങ്ങ് എല്ലാം ചേർന്നപ്പോൾ മികച്ചൊരു സമ്മിശ്ര കൃഷിത്തോട്ടമായി ഇവിടെ. എൻ്റെ ശേഖരത്തിലുള്ളത് ഇനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കാസർഗോഡ് ഡാർഫ് പശുക്കളുണ്ട്, പിന്നെ യമു ഉണ്ട്, കരിങ്കോഴിയുണ്ട്, ഫാൻസി കോഴികളുണ്ട്, വൈറ്റ് പെക്കിൻ താറാവുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്. ഒരേക്കറോളം വിസ്തൃതി വരുന്ന ഒരു കുളമുണ്ട്, പഞ്ചായത്തിൻ്റെതാണ് ആ കുളം. അതിൽ ഞാനിപ്പോൾ ഒരു 1600ഓളം കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് വഴുതന, വാഴ, പച്ചക്കറികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് വളമായിട്ട് ഒരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ ചെയ്യുന്നുണ്ട്. കാർഷിക രംഗത്തും മൃഗസംരക്ഷണ മേഖലയിലും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് സർക്കാർ. ആത്മ പ്ലസ് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 2013-14 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, സംയോജിത കൃഷി എന്നുള്ള പദ്ധതി. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് കൃഷിയും അതുപോലെ മൃഗസംരക്ഷണവും മറ്റ് മേഖലകളിലൊക്കെ ചെയ്യുന്ന സംരംഭങ്ങൾ ചെയ്യുന്ന കർഷകരെ തിരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഞങ്ങൾ ഇവിടെ പടന്ന ഗ്രാമപഞ്ചായത്തിലെ അഴിത്തല പ്രദേശത്തുള്ള ശ്രീ രാജേന്ദ്രൻ എന്ന യുവ കർഷകനെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. രാജേന്ദ്രൻ്റെ പ്രദേശം ഒരു കടപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന മണൽ പ്രദേശം ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങളിവിടെ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് രാജേന്ദ്രൻ ഇവിടെ ചെയ്യുന്നത് തെങ്ങ് കൃഷിയും അതുപോലെ മത്സ്യം വളർത്തൽ, എമു വളർത്തൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വളരെയേറെ ഈ മേഖലയിൽ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ. ഇപ്പോഴത്തെ യുവതലമുറ കൃഷിയിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ള അതിന് അപവാദമായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ എന്ന് തന്നെ പറയാം. വളരെയേറെ ഒരു പാഷൻ തന്നെ ഈ കൃഷിയോടും കാർഷിക മേഖലയോടൊക്കെ ഉണ്ട് എന്നുള്ളതാണ് രാജേന്ദ്രൻ്റെ പ്രത്യേകത. അപ്പം അദ്ദേഹം പുതുതായി ഇത് പദ്ധതിയിൽ
അതിനോടുകൂടി ചെയ്തിരിക്കുന്നത് മത്സ്യം വളർത്തലും പുതുതായി കൂടുതൽ വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കരിങ്കോഴി വളർത്തൽ, അതിൻ്റെ കൂടെ അലങ്കാര പക്ഷികൾ, ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളും കാർഷിക മേഖലയിൽ വാഴക്കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ അവിടെ ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് വാഴകൾ നട്ടുപിടിപ്പിച്ച് ടിഷ്യൂ കൾച്ചർ വാഴയാണ് നൽകിയിട്ടുള്ളത്, അത് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പച്ചക്കറി കൃഷിയും ചെയ്തിരുന്നു. അവിടെ മണൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ തീരെ ഫലപുഷ്ടിയില്ലാത്ത മണ്ണാണ്. അതിനുവേണ്ടി നമ്മൾ ചകിരിച്ചോറ് മിശ്രിതം തയ്യാറാക്കിയിട്ട്, കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലാണ് കൃഷി നടത്താൻ ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിന് പുറമെ നാടൻ പശു, സ്വന്തമായി നാടൻ പശുവിനൊക്കെ വളർത്തുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള വളവും ഗോമൂത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് രാജേന്ദ്ര ഇപ്പോൾ കൃഷി നടത്തിയിരിക്കുന്നത്. കൂടുതൽ ഭാവിയിലും കൂടുതൽ വിപുലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. വളരെ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അത്രയും താല്പര്യത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ മേഖലയിൽ പുതുതായി എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ചെയ്തു നോക്കാനുള്ള ഒരു താല്പര്യം രാജേന്ദ്രനുണ്ട്. മീൻപിടുത്തത്തോടൊപ്പം കഠിനാധ്വാനത്തിലൂടെ മികച്ചൊരു സമ്മിശ്ര കൃഷിത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ രാജേന്ദ്രൻ എന്ന 39-കാരന് കഴിഞ്ഞു. അതൊരു വിജയവുമായി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബ കൃഷിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാം. FIBയുടെ ലേഖന മത്സരം. കാലിത്തീറ്റ ഗുണനിലവാരം ഉറപ്പാക്കാൻ NIR സംവിധാനം. അന്താരാഷ്ട്ര കാർഷിക സമ്മേളനം കൊച്ചിയിൽ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കേരള കർഷകന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ലേഖന രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. വിഷയം കുടുംബ കൃഷിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാം. ലേഖനം 5 പേജിൽ കവിയാൻ പാടില്ല. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. A4 സൈസിലുള്ള വെള്ളക്കടലാസിൽ ഒരു വശത്ത് മാത്രം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ലേഖനം സ്കൂൾ മേധാവിയുടെ സാക്ഷ്യപത്രം സഹിതം 2014 ഒക്ടോബർ 30-നകം അയക്കണം. ഇമെയിൽ സ്വീകരിക്കുന്നതല്ല. ലേഖനം അയക്കേണ്ട വിലാസം: കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 231 4358. എറണാകുളം ജില്ലയിലെ കാർഷിക സേവന കേന്ദ്രമായ പമ്പാകുട ബ്ലോക്ക് മോഡൽ അഗ്രി സർവീസ് സെന്ററിൽ വിവിധ കാർഷിക യന്ത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ എന്നിവ ലഭ്യമാണ്. കൂടാതെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ തൈകൾ, വിത്തുകൾ, ജൈവവളം, ജൈവ കീടനാശിനികൾ, മണ്ണിര കമ്പോസ്റ്റ്, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, കൂൺവിത്ത്, ഗ്രോ ബാഗ് തൈകൾ എന്നിവയും വിവിധ പരിശീലനങ്ങളും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 944 78 20 532. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2013-14 സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും അവാർഡ് ദാനവും യുവജനങ്ങൾക്കുള്ള ശില്പശാലയും കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ 2013-2014 സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും സ്കൂൾ ബയോഗ്യാസ് വിതരണത്തിന്റെ ഉദ്ഘാടനവും കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര പച്ചക്കറി വികസനം എന്നത് വർഷങ്ങളായി നമ്മൾ കൈമുതലാക്കിയ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ്. പക്ഷെ അതിന് താത്വികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്
കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ആ ദൗത്യം ഏറ്റെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരാണ്. കോഴിക്കോട് മേയർ പ്രൊഫസർ എം കെ പ്രേമജം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2013-2014 സമഗ്ര പച്ചക്കറി കൃഷിക്കുള്ള അവാർഡും ഇതോടൊപ്പം വിതരണം ചെയ്തു. MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ എന്നിവർ അവാർഡ് വിതരണം നടത്തി. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വികസന പദ്ധതികളിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ശില്പശാലയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ N. വിജയൻ, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ KP ജയരാജ്, പ്രദീപ്, M. അബ്ദുൽ ലത്തീഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ KT ലീല, കൃഷി ഓഫീസർ TT തോമസ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് തങ്ങൾ വാങ്ങുന്ന കാലിത്തീറ്റയുടെ ഗുണനിലവാരം 5 മിനിറ്റിനുള്ളിൽ ഉറപ്പുവരുത്താനുള്ള NIR സംവിധാനം നിലവിൽ വന്നു. കേരള ഫീഡ്സിന്റെ കല്ലേറ്റുംകര ഫാക്ടറിയിലാണ് NIR സംവിധാനം ഒരുക്കിയ ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചത്. കാലിത്തീറ്റയിൽ വേണ്ടത്ര മാംസ്യവും പോഷകങ്ങളും ഉണ്ടോ എന്നും BAS നിലവാരത്തിലുള്ളതാണോ എന്നും 5 മിനിറ്റിനുള്ളിൽ തന്നെ പരിശോധിച്ചറിയാൻ സാധിക്കും. 32 ലക്ഷം രൂപ ചെലവിൽ സ്വരൂപിച്ച ഈ വിദേശ നിർമ്മിത ഉപകരണത്തിന്റെ സേവനങ്ങൾക്കായി കല്ലേറ്റുംകരയിലെ ലബോറട്ടറിയുമായി ക്ഷീരകർഷകർ ബന്ധപ്പെടണമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ആറ്റിങ്ങൽ ബ്ലോക്കിലെ കൃഷിഭവനുകളിൽ നിന്നും WCT TNTയുടെ ഇനം തെങ്ങിൻ തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴക്കന്നുകൾ, വെസ്റ്റ് ഇന്ത്യൻ ചെറി തൈകൾ എന്നിവ വിതരണം ചെയ്തു വരുന്നു. ആവശ്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും പരിചയപ്പെടുത്തുന്ന അന്താരാഷ്ട്ര സമ്മേളനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നവംബർ 6-7 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. കർഷകരും സംരംഭകരുമടക്കം സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാവി വികസനം യാഥാർത്ഥ്യമാക്കുന്ന തരത്തിൽ കൃഷിരീതികളും കാർഷിക സമ്പ്രദായങ്ങളും പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് സമ്മേളനം നടത്തുന്നത്. റംസാൻ കർക്കിടവാവ് സമയത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഹോർട്ടികോർപ്പ് പച്ചക്കറികൾ 30% വില കുറച്ച് നൽകും. ഈ മാസം 23-ന് ആരംഭിച്ച ആനുകൂല്യം 29 വരെ തുടരും. തുടർന്ന് ഓണക്കാല അളവിൽ ഈ പദ്ധതി തുടരുമെന്നും മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തന്തൂർ ഫെസ്റ്റിവൽ ഇന്നു മുതൽ 29 വരെ പേട്ടയിലുള്ള കെപ്കോ റെസ്റ്റോറൻറ്റിൽ നടത്തും. വിഭവങ്ങൾ ബുക്ക് ചെയ്യാൻ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കുക: 9495000928. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,300 രൂപ, കോഴിക്കോട് 16,200 രൂപ, തൃശ്ശൂരിൽ 15,350 രൂപ. കൊപ്ര കൊച്ചിയിൽ 10,600 രൂപ, കോഴിക്കോട് 10,900 രൂപ. കൊപ്ര തൃശ്ശൂരിൽ 10,075 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലത്ത് 7,000 രൂപയും ഈറോഡിൽ 7,200 രൂപയും. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 13,200 രൂപ, 4 ഗ്രേഡ് 13,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 13,200 രൂപ, 4 ഗ്രേഡ് 13,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 15,300 രൂപ, കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 475-നും മധ്യേ. ജാതിപത്രി 750-നും 900-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,025-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, 4 ഗ്രേഡ് 13,900 രൂപ. ഒട്ടുപാൽ 9,000 രൂപ, ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് മികവ് നിലനിർത്തി ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൽപ്പന്നത്തിന് അന്വേഷണങ്ങളുണ്ടെങ്കിലും ടെർമിനൽ മാർക്കറ്റിൽ കാര്യമായി ചരക്ക് സ്റ്റോക്കില്ല. കുരുമുളകിന്റെ ഉയർന്ന വില മൂലം ചരക്ക് ശേഖരിക്കാൻ ഇടപാടുകാർ അല്പം മടിച്ചു. ഗാർബിൾഡ് കുരുമുളക് 75,000 രൂപയിലാണ് ഇടപാടുകൾ തുടങ്ങിയത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ കുരുമുളകിന് വില ടണ്ണിന് $13,050. നെടുങ്കണ്ടത്ത് ഇന്ന് നടന്ന ഏലക്ക ലേലവും ഉൽപ്പന്നത്തിന് മികവ് പകർന്നു. മികച്ച ഇനങ്ങൾ കിലോ 1,012 രൂപയിലും ശരാശരി ഇനങ്ങൾ 786 രൂപയിലും ലേലം കൊണ്ടു. പുതിയ ഏലക്കയുടെ വരവ് ഇനിയും ശക്തമല്ല. റംസാൻ ഡിമാൻഡ് മുൻനിർത്തിയാണ് ഇടപാടുകാർ ചരക്ക് സംഭരിക്കുന്നത്.
കൊച്ചി കോട്ടയം വിപണികളിലേക്കുള്ള റബ്ബർ ഷീറ്റ് വരവ് നാമമാത്രമാണെങ്കിലും വ്യവസായികളുടെ ഭാഗത്തുനിന്ന് അന്വേഷണങ്ങൾ കുറവാണ്. അതേസമയം വിദേശ മാർക്കറ്റുകൾ ഇന്ന് മെച്ചപ്പെട്ടത് സ്റ്റോക്കിസ്റ്റുകൾക്ക് പ്രതീക്ഷ പകർന്നു. 4ാം ഗ്രേഡ് കിലോ 139 രൂപയിലും ലാറ്റക്സ് 98 രൂപയിലുമാണ്. കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങി. അതേസമയം കോഴിക്കോട് എണ്ണയ്ക്ക് 200 രൂപ വർദ്ധിച്ചു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 27.2, 22.5. കൊച്ചി 30.8, 23.4. ആലപ്പുഴ 30.4, 23.7. പുനലൂർ 31.5, 22. തിരുവനന്തപുരം കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.